ഇരുവൃക്കകളും പാൻക്രിയാസും തകരാറിലായ 28-കാരി. അവരാണിപ്പോൾ ചികിത്സാ സഹായം തേടുന്നത്. പത്തനംതിട്ട പന്തളം സ്വദേശി അശ്വതി സത്യനാണ് വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കഴിയുന്നത്. ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സകൾക്കുമായി ലക്ഷങ്ങൾ ചിലവ് വരുന്നു. നമ്മൾ ചെറിയ തുകകൾ വെച്ചിട്ട് സംഭരിച്ച് നമ്മളിവർക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് അവരുടെ വിശദാംശങ്ങൾ. ഇതിനോടകം 215-ലധികം തവണ ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞു ഈ 28-കാരിക്ക്. ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ അശ്വതിക്ക് 1 വർഷത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തണമെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഇനി 4 മാസം മാത്രമാണ് ബാക്കി. 1 വർഷത്തിനുള്ളിൽ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തണമെന്നാണ്. ഇപ്പോൾ 8 മാസമാകുന്നു. ഇനിയും 4 മാസം മാത്രമേ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. മകൾക്ക് കിഡ്നി നൽകാൻ അമ്മ തയ്യാറാണ്. പക്ഷേ കൂലിപ്പണി ജീവിതമാർഗമാക്കിയ കുടുംബത്തിന് ലക്ഷക്കണക്കിന് തുക മുടക്കി ശസ്ത്രക്രിയ നടത്താൻ ശേഷിയില്ല. അപ്പോൾ 1 വർഷത്തിനകം കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. പിന്നെ 15 ലക്ഷത്തിലധികം രൂപയോളം ആകുമെന്നാണ് പറഞ്ഞ് ചികിത്സയും ഓപ്പറേഷനും പിന്നെ അതിൽ തുടർന്നുള്ള ചികിത്സയും എല്ലാം. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നും തന്നെ ആയിട്ടില്ല. അശ്വതി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. പത്തനംതിട്ട. പന്തളത്തിലെ അശ്വതി വല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. നമ്മളറിയാം അവർക്ക് രോഗത്തിൻ്റെ ഒരു ലോകം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. നമുക്ക് ചികിത്സിപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ തുകകൾ അയച്ചു കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ വലിയ കാര്യമാണ്. നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും അടയാളങ്ങൾ വേണമല്ലോ, നമ്മളിവിടെ നന്മയോടെ ജീവിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്ക്രീനിലുണ്ട്, വേണേൽ ഒരു ഫോട്ടോ എടുത്തുകൊള്ളുക. അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് പേജിൽ നമ്മൾ പിൻ ചെയ്തിട്ടേക്കാം. ഒരു 10-14 മണിക്കൂർ ഈ ഡീറ്റെയിൽസ് പറയും. സുഹൃത്തുക്കളോടോ കൂട്ടുകാരോടോ അയൽവാസികളോടോ ഒക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് ചെറിയ 100 രൂപയോ അങ്ങനെയൊക്കെ അയച്ചാൽ പോലും അയക്കുമ്പോൾ ഒരു ചെറിയ തുകയല്ല, വലിയ തുകയായി മാറും. അപ്പോൾ അശ്വതിക്ക് എന്ത് ആവശ്യമുള്ള പണം കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.